പല ചിത്രങ്ങളും തുടങ്ങി വയ്ക്കും, ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കുകൾ തുടങ്ങി വയ്ക്കും, അതിനുശേഷം ആളത് പാതി ഉപേക്ഷിച്ചിട്ട് അടുത്ത വർക്കിലേക്ക് പോകുന്ന രീതി. ഇന്ത്യയിലെ വളരെ അറിയപ്പെടുന്ന നടനായിട്ടുള്ള ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള മലയാളം ആക്ടർ. ADHD എന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതായത് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് അനുഭവപ്പെടുന്ന ഒരു തരത്തിലുള്ള ഡിസോർഡറാണ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ ADHDയോടൊപ്പം ADHD സിംറ്റംസിനോടൊപ്പം OCD സിംറ്റംസും ഉണ്ട്. ഇത് രണ്ടിനെയും ഒപ്പം അദ്ദേഹം അതിനെ കോപ്പപ്പ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്നതും നമ്മുടെ മുമ്പിലുള്ള നല്ല എക്സ്പീരിയൻസുകളും അതിനായിട്ടുള്ള ഫൈറ്റിങ്ങും അവരുടെ ലൈഫ് അതിൽ വളരെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫൈൻഡിങ് നെമോ കാണാം. അതിൽ ഡോറി എന്ന് പറയുന്ന ക്യാരക്ടർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. വ്യത്യസ്തങ്ങളായ സിനിമകളിലൂടെ, ഉദാഹരണത്തിന് ആമേൻ, ആവേശം, നോർത്ത് 24 കാതം എന്ന സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിച്ചും അതിലേറെ ചിന്തിപ്പിച്ചും മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരു നടനാണ് ഫഹദ് ഫാസിൽ. ഈയിടെ എറണാകുളത്ത് കോതമംഗലത്തുണ്ടായിട്ടുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ADHDയെ കുറിച്ചിട്ട് പരാമർശിക്കുകയുണ്ടായി. തൻ്റെ 41ാമത്തെ വയസ്സിൽ തനിക്ക് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന രോഗ കണ്ടീഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നേരിട്ട് കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. വളരെ വിജയകരമായിട്ടുള്ള ലൈഫ് നയിക്കുന്ന ഒരു സിനിമാ നടനാണ് ഫഹദ് ഫാസിൽ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. എന്നാൽ അദ്ദേഹം പറയുന്ന ADHD എന്ന് പറയുന്ന ഈ കണ്ടീഷനെ കുറിച്ച് നമ്മളിൽ പലർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംശയങ്ങളും വളരെ ക്യൂരിയോസിറ്റിയുമുണ്ട്. അതിനുശേഷം എൻ്റെ അടുത്ത് പല ആൾക്കാരും കമൻറ്റുകളിലൂടെയും റിക്വസ്റ്റുകളിലൂടെയും എന്താണ് ADHD, അതിനൊന്ന് വിശദീകരിച്ച് തരാമോ എന്നുള്ള പല റിക്വസ്റ്റുകളും എനിക്ക് അയക്കുകയുണ്ടായി. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ADHDയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പൊതുവായിട്ടുള്ള ധാരണകൾ, അതായത് ADHD വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പൾസിവിറ്റി മാത്രമാണോ, അത് ശ്രദ്ധക്കുറവ് മാത്രമാണോ, ശ്രദ്ധക്കുറവ് മാത്രമാണെങ്കിൽ എങ്ങനെയാണ് ഹൈപ്പർ ആക്ടിവിറ്റി ആവാൻ സാധിക്കുക, ഇതെല്ലാം കൂടിയിട്ടുള്ളൊരവസ്ഥയാണോ, അങ്ങനെയുള്ള പല സംശയങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും. അവയൊക്കെയും ഒരു സൊല്യൂഷൻ കണ്ടെത്തി അവയൊക്കെയും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് ഒരു നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള എനർജി, ക്രിയേറ്റീവായിട്ടുള്ള കഴിവ്, അതേസമയത്ത് തന്നെ ചിലർക്ക് തീരെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, അതിനാൽ കഷ്ടപ്പെടുന്നൊരവസ്ഥ. ഇവ എന്തൊക്കെയാണ്? ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരവസ്ഥയാണോ ADHD? ഇവയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കാം. ഇനി നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലൂടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മാനസികാരോഗ്യത്തിൻ്റെ വ്യത്യസ്ത പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായിട്ടുള്ള കണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ADHDയെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഞാൻ ആദ്യം തന്നെ തരാം. ADHD എന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതായത് നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് അനുഭവപ്പെടുന്ന ഒരു തരത്തിലുള്ള ഡിസോർഡറാണ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, ഇന്നറ്റൻഷൻ, ശ്രദ്ധക്കുറവ് മുതലായവയൊക്കെയാണ്. കൂടാതെ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്ന കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യുന്നതിനോ കാര്യങ്ങൾ മെമ്മറിയിൽ പ്രോപ്പറായിട്ട് സൂക്ഷിച്ച് വെക്കുന്നതിനൊക്കെയും ഡിഫിക്കൽട്ടികൾ അനുഭവപ്പെടുന്നതായിരിക്കും. ഇതുമൂലം അവരുടെ പേഴ്സണൽ, സോഷ്യൽ, എഡ്യൂക്കേഷണൽ അതുപോലെ വ്യത്യസ്ത മേഖലകളിലൂടെ അവരുടെ ലൈഫ് കോംപ്രമൈസ്ഡ് ആയിട്ട് അതിൽ ഏറ്റക്കുറച്ചിലുകളും ക്വാളിറ്റിയും കുറഞ്ഞ് അവർക്ക് അനുഭവപ്പെടുന്നതും ആയിരിക്കും. നമ്മൾ ADHDയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ചിൽഡ്രൻസിൽ, അതായത് ചെറിയ കുട്ടികളിൽ 5%, അതായത് 100 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 പേർക്ക് ADHD എന്നൊരവസ്ഥയും, അതേസമയം തന്നെ വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100ൽ 2.5 ആൾക്കാർക്ക്, അതായത് 2.5% അഡൾട്ടിന് ADHD അനുഭവപ്പെടുന്നതായിട്ടും നമ്മൾ പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും ഉള്ള ADHD അനുഭവപ്പെടുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഹൈപ്പർ ആക്റ്റീവ് തരത്തിലുള്ളതാണ്. അതേസമയം തന്നെ അവർ വളർന്നു വലുതായിട്ട് അഡൾട്ടായി മാറുമ്പോൾ, മുതിർന്നവരായി മാറുമ്പോൾ അവരിൽ കൂടുതലായിട്ടും കാണാമെന്ന് പറയുന്നത് ഇൻഅറ്റൻറ്റീവ് ടൈപ്പാണ്, അതായത് ശ്രദ്ധിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ADHD ആണ്. സോ അതുകൊണ്ട് തന്നെ ADHD എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ചൈൽഡ്ഹുഡിൽ ADHD നമ്മൾ ഡയഗ്നോസ് ചെയ്യും, അതിനുശേഷം അത് തുടർന്നും കുറേ ആളുകളിൽ നിലനിന്ന് പോകാറുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയെ നമ്മൾ അഡൾട്ട് ADHD എന്നാണ് പറയുക. ഈ ചൈൽഡ്ഹുഡ് ADHDയും അഡൾട്ട് ADHDയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവയെ നമ്മൾ വരുന്ന സമയങ്ങളിൽ കുറച്ച് വീഡിയോയിൽ ലേറ്റർ ഭാഗങ്ങൾ നമ്മൾ പരാമർശിക്കുന്നതായിരിക്കും.
ലോകത്തിലെ മൊത്തം കണക്കെടുത്ത് കഴിയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5%-നേക്കാൾ മുകളിലുള്ള ഒരളവിൽ ADHD കണക്കാക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 2% മുതൽ 14% വരെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കണക്കുകളാണ് പല പഠനങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. അതേസമയത്ത് തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ നോക്കുകയാണെങ്കിൽ 7%-ഓളം കുട്ടികളിൽ, അതായത് 100 കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ 7 കുട്ടികൾക്ക് ഈ ADHD എന്ന് പറയുന്ന അവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഇത് തിരിച്ചറിയുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളിൽ ഏകദേശം പെൺകുട്ടികൾ അനുഭവപ്പെടുന്നതിൻ്റെ ഇരട്ടിയോളം അളവിൽ ADHD കാണുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് പെൺകുട്ടികളിൽ ഏകദേശം 3% അടുത്താണ് ADHD കാണുന്നതെങ്കിൽ ആൺകുട്ടികളിൽ 7%-ൽ മുകളിലേക്ക് അളവിൽ ADHD കാണുന്നുണ്ട്. അതായത് 100 ആൺകുട്ടികളിൽ 7 പേർക്കും, അതേസമയം തന്നെ 100 പെൺകുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 പേർക്കാണ് സാധാരണ രീതിയിൽ ADHD ആ ശതമാനക്കണക്കിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ടുവരുന്നത്. ഇനി ഇതിൽ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആൺകുട്ടികളിൽ പൊതുവായിട്ട് കാണുന്ന ADHD ടൈപ്പ് എന്ന് പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ടൈപ്പും, അതുപോലെ തന്നെ പെൺകുട്ടികളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഅറ്റൻറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ക്വയറ്റായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഇൻഅറ്റൻറ്റീവ് ആയിട്ടുള്ള ടൈപ്പുമാണ്. ഇത് ജനറലൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുള്ള വളരെയധികം വ്യത്യാസങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ സോഷ്യലൈസേഷനും അല്ലെങ്കിൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിയും അല്ലെങ്കിൽ ജെൻഡർ റോൾസിൻ്റെയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൽ വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ഈ സമയങ്ങളിൽ സ്ത്രീകളിലും പെൺകുട്ടികളിലും കൂടുതലായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പായിട്ടുള്ള ADHD ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി ADHDയെ കൂടുതൽ വ്യക്തമായും ആധികാരികമായും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാലാണ് നമുക്ക് ADHD എന്ന് പറയുന്ന ഈ പ്രശ്നം, ഈ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക, അതിനായിട്ടുള്ള ക്രൈറ്റീരിയകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഏതൊരു മാനസികാരോഗ്യ രോഗത്തിനും അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുകളെയും ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക്കൽ മാനുവലാണ് ICD എന്ന് പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവതരിപ്പിച്ചിരിക്കുന്ന ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എന്ന് പറയുന്ന 11ാം എഡിഷനായിട്ടുള്ള ആ മാനുവൽ എന്ന് പറയുന്നത്. സോ അതിനാസ്പദമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ADHD ഡയഗ്നോസ് ചെയ്യാനായിട്ട് ADHDയുടെ പ്രധാന 3 തരങ്ങളായിട്ടുള്ള, ഒന്നല്ലെങ്കിൽ ഇൻഅറ്റൻഷൻ അഥവാ ശ്രദ്ധക്കുറവായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി ഉള്ള രണ്ടാമത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഇൻഅറ്റൻഷനും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ഇമ്പൾസീവ്നെസ്സും കൂടി ചേർന്നിട്ടുള്ള അവസ്ഥ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. ഇതുകൊണ്ട് ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന ഈ അവസ്ഥ കൊണ്ട് ഒരാളുടെ പഠനം, അതായത് അക്കാഡമിക്, അദ്ദേഹത്തിൻ്റെ ജോലി, കൂടാതെ അവരുടെ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ്, സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തനത്തിന് കോട്ടം അല്ലെങ്കിൽ പ്രശ്നം വരുത്തുന്ന രീതിയിൽ ആയി തീരുകയാണെങ്കിൽ നമുക്കൊരാൾക്ക് ADHD ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് വേണ്ടത്? മിനിമം 6 മാസ കാലഘട്ടത്തോളം ഒന്നല്ലെങ്കിൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന തരത്തിലുള്ള ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി, അല്ലെങ്കിൽ ഇത് രണ്ടും, അതായത് ഇൻഅറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റിയും രണ്ടും കൂടി ചേർന്നിട്ടുള്ള അവസ്ഥ മിനിമം 6 മാസം കാലഘട്ടത്തേക്ക് നിലനിൽക്കുകയാണെങ്കിൽ നമ്മളവിടെ ADHD ഡയഗ്നോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ടൊരു സംശയമായിരിക്കും, എന്താണ് ഇൻഅറ്റൻഷൻ എന്ന് പറയുന്നത്? ഇൻഅറ്റൻഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ഡിസ്ട്രാക്റ്റഡായി പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഓർഗനൈസ്ഡായിട്ട് സ്ട്രക്ചറായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിവാർഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റാത്തതോ ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധ അർപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതിനെല്ലാം കൂടി നമുക്ക് ഇൻഅറ്റൻഷൻ എന്ന് വിളിക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് നിലനിർത്താൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ നിങ്ങൾ എളുപ്പത്തിലൊരു കാര്യത്തിൽ ഡിസ്ട്രാക്റ്റായിട്ട് പോവുക, ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സ് പെട്ടെന്ന് അവിടേക്കും ഇവിടേക്കും പോകുന്നൊരവസ്ഥ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യം അതിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് റിവാർഡ് കിട്ടാത്തതും, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വളരെയധികം ഉത്തേജിപ്പിക്കുന്നതോ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള തരത്തിലുള്ള ആക്ടിവിറ്റികളല്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇനി രണ്ടാമത്തെ നിങ്ങൾക്കുള്ള സംശയമായിരിക്കും, എന്താണ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്? ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള വളരെയധികമുള്ള മോട്ടോർ മൂവ്മെൻറ്റ്സ്, അതായത് നമ്മുടെ കൈയും കാലും ഒക്കെ നമ്മളിങ്ങനെ ഇരുന്ന് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥ, ഒരു സ്ഥലത്ത് സ്ഥിരതയായിട്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളൊരു സിറ്റുവേഷനിൽ ഇരിക്കാനാണ് നിങ്ങൾക്ക് ആ സാഹചര്യം നിങ്ങൾ നിർബന്ധിക്കുന്നത് എങ്കിലും, ശാന്തമായിട്ട് ഇരിക്കാനാണ് നിങ്ങളെ നിർബന്ധിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കാമായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇതിനെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം.
ഇനി അതിനോടൊപ്പം തന്നെ ഇമ്പൾസിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ട് വരുന്നൊരു സ്റ്റിമുലി, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അതുകൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തന രീതിയാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. അതായത് വരും വരായികളെ ചിന്തിക്കാതെ കാര്യങ്ങളിലോട്ട് എടുത്തു ചാടി പ്രവർത്തിക്കുന്ന രീതിയാണ് ഇമ്പൾസിവിറ്റി. ഇനി ADHD ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ അനുഭവപ്പെടുന്ന ഇനർടെൻഷനും ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി സിംറ്റംസ് ഒക്കെയും അത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഉദാഹരണത്തിനായിട്ട് നിങ്ങളുടെ സ്കൂളിലായിരിക്കാം, നിങ്ങൾ വർക്ക് പ്ലേസുകളിലായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയോ കളി സ്ഥലങ്ങളിലോ ഇത്തരത്തിലുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ 2 അതിൽ കൂടുതലോ സ്ഥലങ്ങളിൽ ഉണ്ടായാലാണ് നമുക്കിതിനെ ADHD എന്ന് പറയുന്ന കണ്ടീഷനായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഒക്കേഷൻസിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിലാണ് നിങ്ങൾക്ക് ADHD ഡയഗ്നോസ് ചെയ്യുക. ഇനി അതേസമയം തന്നെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ കാണിക്കുന്ന നിങ്ങൾ ADHD എന്ന തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് മറ്റു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുകളുടെയോ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയോ ഭാഗമായിട്ടുള്ളതായിരിക്കരുത്. അതായത് ഇതിലുള്ള ഈ ലക്ഷണങ്ങളെന്ന് പറയുന്നത് മേജർലി ADHDക്ക് പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയായിരിക്കണം. മറ്റ് രോഗാവസ്ഥകളുടെ ഭാഗമായിട്ടാണ് ഇതിലുള്ള ചില ലക്ഷണങ്ങൾ കാണിക്കുന്നതെങ്കിൽ അവ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമാണ്. അതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറുടെ അംഗീകൃത മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും. ഇനി ICD-11 വെച്ചിട്ട് ഈ ADHD ഡയഗ്നോസിനെ പ്രധാനമായും 3 ടൈപ്പായിട്ടാണ് നമ്മൾ തരംതിരിക്കുക. അതിലൊന്നാമത്തെ ടൈപ്പാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, പ്രിഡോമിനൻ്റലി ഇനറ്റൻറ്റീവ്. അതെ, പ്രധാനമായിട്ടും ഇനറ്റൻറ്റീവ് ആയിട്ടുള്ളത്, അതായത് ശ്രദ്ധക്കുറവുള്ള ടൈപ്പായിട്ടുള്ള ADHD. അതിൽ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ADHDയുടെ മറ്റ് ലക്ഷണങ്ങൾ ഇതിൽ പ്രകടമായിരിക്കണം. അതിനൊപ്പം തന്നെ കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഡിഫിക്കൽട്ടിയാണ് ഉള്ളതെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പ്രിഡോമിനൻ്റ്ലി ഇൻഅറ്റൻറ്റീവ് ടൈപ്പ് നമ്മൾ ഡയഗ്നോസ് ചെയ്യും. രണ്ടാമത്തെ ടൈപ്പാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പ്രിഡോമിനൻ്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ഓർ ഇമ്പൾസീവ്. അതായത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കും, പ്രധാനമായിട്ടും ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസീവ് സിംറ്റംസ് ആയിരിക്കും നമ്മുടെ ലൈം ലൈറ്റിൽ കൂടുതലായിട്ടും കാണാൻ സാധിക്കുക. അതിനൊപ്പം തന്നെ മറ്റ് ADHDയുടെ ലക്ഷണങ്ങൾ, അതായത് സോഷ്യൽ, ഒക്യുപ്പേഷണൽ, ഫ്രണ്ട്സ്, മറ്റുള്ളവരുടെ ഇടയിലൊക്കെയും ഇതുപോലത്തെ ലക്ഷണങ്ങൾ കാണിക്കുന്ന അവസ്ഥ മിനിമം 6 മാസം കാലഘട്ടത്തേക്ക് നിലനിൽക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പ്രിഡോമിനൻ്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ഓർ ഇമ്പൾസീവ് എന്ന് പറയുന്ന കാറ്റഗറി ഡയഗ്നോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളതാണ് ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിലും അവിടെയും ഇൻഅറ്റൻറ്റിവിറ്റി സിംറ്റങ്ങൾ ഒരു പരിധിവരെ കുറച്ച് പ്രകടമായിരിക്കും. പക്ഷേ പ്രധാനമായും മെജോറിറ്റി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഹൈപ്പർ ആക്ടിവിറ്റി ലക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് പ്രിഡോമിനൻ്റ്ലി ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി ഇതിൽ വരുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ് അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കമ്പൈൻഡ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഇൻഅറ്റൻഷൻ ഉണ്ടായിരിക്കും, ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി, ഇതിൻ്റെ രണ്ടിൻ്റെയും സിംറ്റങ്ങൾ കൂടിച്ചേർത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ രണ്ടും പ്രിഡോമിനൻസ് ഇല്ലാത്ത അവസ്ഥ, രണ്ടും ഏകദേശം ഒരേ തരത്തിൽ തന്നെ പ്രകടമാകുന്ന തരത്തിലുള്ള ഒരവസ്ഥയാണ് ഈ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ADHD എന്ന് പറയുന്നത് എങ്ങനെയാണ് ICD-11 മാനുവൽ വെച്ചിട്ട് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ലൈസൻസിങ്ങും അല്ലെങ്കിൽ അധികാരവും ഉള്ളത് മാനസികാരോഗ്യ വിദഗ്ധർക്കാണ്. മാനസികാരോഗ്യ വിദഗ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് മുതലായവരാണ്. ഇവരെ നിങ്ങൾ സമീപിക്കുക, അവരായിരിക്കും ഇതിൻ്റെ ഡയഗ്നോസിങ് നിങ്ങൾക്ക് നടത്തുക. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മുതിർന്നവരാണ്, അതായത് 18 വയസ്സിന് മുകളിലുള്ള ഒരു അഡൾട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ സംശയമുണ്ടായിരിക്കാം, എനിക്ക് ADHD ഉണ്ടോ, ഇത്തരത്തിലുള്ള സംശയങ്ങളോ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ട് എന്നൊരു സംശയം എനിക്കുണ്ട് എങ്കിൽ അതിലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ടുള്ള ഒരു ടൂൾ ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക, അവിടെ നിന്ന് അത് ആക്സസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ വ്യത്യസ്ത സമയങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന ADHDയുടെ സിംറ്റമുകളിൽ പല ഏറ്റക്കുറച്ചിലുകളും അനുഭവപ്പെടുന്നതാണ്. സോ ആ അനുഭവപ്പെടലുകൾ അനുസരിച്ച് തന്നെ ഈ ADHDയെ പല സമയങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ട് വ്യത്യസ്ത സെവറിറ്റി ലെവലിൽ തരംതിരിക്കാറുണ്ട്. ഉദാഹരണത്തിന് മൈൽഡ്, മോഡറേറ്റ്, സെവിയർ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അത് എളുപ്പത്തിൽ കാറ്റഗറൈസ് ചെയ്യാനും മനസ്സിലാക്കുന്നതിനും വേണ്ടി തരംതിരിക്കാറുണ്ട്. സോ അതിൽ
അവർക്ക് അനുഭവപ്പെടുന്ന ഈ സിംറ്റംസിൻ്റെ നമ്പർ ഓഫ് സിംറ്റംസും അതുപോലെ തന്നെ അവയെ തീവ്രതയ്ക്കും അനുസരിച്ചിട്ടാണ് ഇവ വ്യത്യസ്ത കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സ്റ്റേജസ് ഓഫ് ലൈഫിൽ ഈ സിംറ്റംസ് എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതെങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് ADHDയുടെ സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ ആക്ടിവിറ്റി തരത്തിലായിരിക്കും. പക്ഷേ വളർന്ന് മുന്നോട്ട് വരുമ്പോൾ കുറച്ച് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് നമുക്കറിയാം ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ നിന്നും അപ്രൂവലോ അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി സിംറ്റംസും മറ്റു കാര്യങ്ങളൊക്കെ കവറപ്പ് ചെയ്യാനായിട്ട് അവ കുറച്ച് കൺട്രോൾ ചെയ്ത് നിലനിർത്താനായിട്ട് പല അഡൾട്ടുകൾക്കും സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ അവരുടെ ADHD എന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും ലേറ്റർ അഡൾട്ട്ഹുഡ് ലൈഫിൽ ആ ഹൈപ്പർ ആക്ടിവിറ്റി ഒരു പരിധിവരെ കൺട്രോളിലാക്കി നിലനിർത്തി കവറപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. ഇനി നമുക്കത് എങ്ങനെയാണ് വ്യത്യസ്ത സമയങ്ങളിൽ ഒരു ചൈൽഡിലും അതുപോലെ തന്നെ അഡൾട്ടിലും എങ്ങനെയാണ് അത് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് നമുക്ക് ആധികാരികമായിട്ട് വ്യത്യസ്ത ലക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒരു ചെറിയ കുട്ടി, അതായത് പലപ്പോഴും പ്രീ സ്കൂൾ ടൈമിൽ തന്നെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പലപ്പോഴും നമുക്ക് ADHDയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. അതിടെ ചില ലക്ഷണങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കാറുണ്ട്. സോ ഒരു കുട്ടി സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം പോകുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ കാണുന്ന തരത്തിലുള്ള സിംറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ കുട്ടി ഭയങ്കര ആക്റ്റീവായിരിക്കും, ഹൈപ്പർ ആക്റ്റീവായിരിക്കും, ഇമ്പൾസീവ് ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ കുട്ടിക്ക് പല സ്ഥലങ്ങളിലും എടുത്തുചാട്ടവും അതുപോലെ തന്നെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന തരത്തിലുള്ള ബിഹേവിയറും കാണുന്നതായിരിക്കും. പതിയെ കുട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പതിയെ മുന്നോട്ട് പോകുമ്പോൾ അക്കാഡമിക് പ്രഷറുകളും കാര്യങ്ങളും വരുന്ന സമയത്ത് അതിനോട് കോപ്പപ്പ് ചെയ്യാൻ സാധിക്കാതെ വരികയും അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരുടെ അടുത്ത് ഇമ്പൾസീവായിട്ട് പെരുമാറുകയും അവരുടെ അടുത്ത് വഴക്കുണ്ടാകുന്ന അവസ്ഥയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചെറുപ്പത്തിലുള്ള ഇത്തരത്തിലുള്ള ADHD അനുഭവിക്കുന്ന കുട്ടികൾക്ക് മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിനായിട്ട് ഒപ്പോസിഷൻ ഡിഫിയൻ ഡിസോർഡർ, അതായത് ODD എന്ന് പറയും, അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡേഴ്സ്, അത്തരത്തിലുള്ള മറ്റു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുകളും ADHD അനുഭവിക്കുന്നതിനൊപ്പം കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതിനുശേഷം കുട്ടി പതുക്കെ വളർന്നിട്ട് മുന്നോട്ട് വരുമ്പോൾ സ്കൂൾ ഗോയിങ് ഇയേഴ്സിൽ മുന്നോട്ട് വരുന്ന സമയത്ത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുറഞ്ഞു വരുന്നതും അതിനോടൊപ്പം തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയുന്നതിനനുസരിച്ച് ഇന്നറ്റൻറ്റീവ് ടൈപ്പ് അവിടെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി മുന്നോട്ട് കൂടുതൽ വളരുന്ന സമയത്ത് കുട്ടിക്ക് കൂടുതൽ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കേണ്ട അവസ്ഥയുണ്ടായിരിക്കും. അത് സോഷ്യലി കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള ട്രേറ്റായി മാറുന്നതുകൊണ്ട് ആ ഡിസിപ്ലിനും കാര്യങ്ങളും പഠിക്കുകയും അതിൽ കുറേ കഷ്ടപ്പെട്ടാണെങ്കിലും കടിച്ചു പിടിച്ചിരിക്കാൻ സാധിക്കുന്നൊരവസ്ഥയിൽ ഹൈപ്പർ ആക്ടിവിറ്റി കുറച്ചുകൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കാണാം. ഉദാഹരണത്തിന് കോളേജുകളിലും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലൊക്കെ എത്തുമ്പോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന രീതിയൊക്കെ കുറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയത്ത് തന്നെ ഈ സമയത്ത് അക്കാഡമിക് പ്രഷറുകളും അല്ലെങ്കിൽ സ്പോർട്ടിലോ മറ്റ് ആക്ടിവിറ്റികളിലൊക്കെ വളരെയധികം ശ്രദ്ധ അർപ്പിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവിടെ അത്രത്തോളം പെർഫോം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ, എന്തുകൊണ്ട് ഇന്നറ്റൻറ്റീവ് ടൈപ്പ് ഉള്ളത് കൊണ്ട് അത്രത്തോളം ശ്രദ്ധിക്കാൻ സാധിക്കാത്ത അവസ്ഥ അവരുടെ പെർഫോമൻസ് സോഷ്യലും എഡ്യൂക്കേഷനിലും ഒക്യുപ്പേഷനിലും മറ്റ് ലെവലുകളിലൊക്കെ കോംപ്രമൈസ്ഡ് ആക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഹൈപ്പർ ആക്ടിവിറ്റി ഈ ചെറിയ കാലഘട്ടത്തിൽ, അതായത് ചൈൽഡ്ഹുഡിലുള്ള സമയത്ത് എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ വ്യത്യസ്ത ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടി റൂമിലും അതുപോലെ തന്നെ ക്ലാസ് റൂമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടായിരിക്കും, ജനാലകളിലും മറ്റും കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ ചെയറിലൊക്കെ ഇരുന്ന് തിരിയുന്നതോ അല്ലെങ്കിൽ അങ്ങ് കറങ്ങുന്നതോ ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കുട്ടി എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ കൈയും കാലും ഇങ്ങനെ ആട്ടിയിട്ടുള്ള ഫിഡ്ജറ്റിംഗ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ കുട്ടി ഏതാണ്ട് ശരീരത്തിലൊരു മോട്ടർ ഘടിപ്പിച്ച പോലെ തരത്തിൽ എപ്പോഴും എങ്ങനെ ആക്ടിവേറ്റ് ആയിട്ട് എപ്പോഴും അങ്ങനെ ഒരു മോട്ടോർ പ്രവർത്തിക്കുന്ന രീതിയിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുട്ടിക്ക് ഇത്തരത്തിലുള്ള ബിഹേവിയറുകൾ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. കാരണം കുട്ടിക്ക് തന്നെ ഇതിന്മേലൊരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം ഇത് ബ്രെയിനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ആ രോഗാവസ്ഥയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മോട്ടോർ ബിഹേവിയറുകളെ കുട്ടി കൂടുതലായിട്ട് കാണിക്കുന്നത്. അല്ലാണ്ട് ഇതൊരു അനുസരണക്കേടോ ഡിസിപ്ലിൻ ഇല്ലാത്തതോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പഠനരീതി കൊണ്ട് പഠിച്ചെടുത്തിട്ടുള്ള രീതികളോ ഒന്നുമല്ല. ഇത് കുട്ടിയുടെ ബ്രെയിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതുകൊണ്ടാണ് ഒരു മോട്ടോർ പോലെ കുട്ടി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഇത് തിരിച്ചറിയാൻ സാധിക്കാതെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയെ ശകാരിക്കലും അതുപോലെ തന്നെ ചീത്ത പറയലും പനിഷ് ചെയ്യുന്ന രീതിയും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗാവസ്ഥയെ, ഈ ഹൈപ്പർ ആക്ടിവിറ്റിയെ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമാണ്.
ഇനി ഇനറ്റൻഷൻ കുട്ടികൾ കാണുന്ന രീതിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഹോംവർക്കുകളിലോ അല്ലെങ്കിൽ ടാസ്കുകളിലോ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ, ആരെങ്കിലും കുട്ടിയുടെ അടുത്തൊരു ഇൻസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ കുട്ടിക്ക് വളരെയധികം എഫേർട്ട് എടുത്ത് തിങ്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, വളരെ ചിന്തിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ട ടാസ്കുകൾ ചെയ്യാനായിട്ട് താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ അവ എത്രയും പെട്ടെന്ന് നിരസപ്പെട്ട് അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള ബിഹേവിയറുകൾ, അത്തരത്തിലുള്ളതൊക്കെയും ഇനറ്റൻഷനുള്ള ഉദാഹരണങ്ങളാണ്. കുട്ടിക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ കുട്ടി മടിയനായതുകൊണ്ടല്ല, അല്ലെങ്കിൽ കുട്ടിക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. ഇവിടെ കാരണം കുട്ടിക്ക് ശ്രദ്ധിക്കാനായിട്ട് സഹായിക്കുന്ന ബ്രെയിനിൻ്റെ ഏരിയാസ് അവിടെ പ്രോപ്പറായിട്ട് രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല. ബ്രെയിനായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ഇവിടെ കുട്ടിക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റാത്തത്, അല്ലാണ്ട് കുട്ടിയുടെ മടിയല്ല. ഇനി ഈ ഇന്നറ്റൻഷൻ തന്നെ കാണുന്ന മറ്റ് കുട്ടിക്കുള്ള ലക്ഷണങ്ങളാണ് കുട്ടി പലപ്പോഴും ആ ഒരു സസ്റ്റെയിൻഡായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട ടാസ്കുകൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ, കാര്യങ്ങൾ കുട്ടിക്ക് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങളും മറ്റൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ മുതലായവയും ഈ ഇനറ്റൻഷൻ ലക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഇനി കുട്ടികളിൽ ഇമ്പൾസീവ്നെസ്സിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ആണ്. ഇത് പൊതുവെ കൂടുതലായിട്ട് കാണാവുന്നത് സ്കൂളുകളാണ്. ഉദാഹരണത്തിനായിട്ട് കുട്ടിക്ക് ഒരു ലൈനിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യൂവിലുണ്ടെങ്കിൽ ക്യൂവിൽ ഡിസിപ്ലിനോടുകൂടി ഫോളോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എന്തെങ്കിലും കുട്ടിയുടെ അടുത്തൊരു ഉത്തരം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പൊടുന്നതിനെ പറയുന്ന തരത്തിലുള്ള ബിഹേവിയർ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും, അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കും, പരിണിതഫലം എന്തായിരിക്കും എന്നൊന്നും ചിന്തിക്കാതെ കാര്യങ്ങൾ എടുത്തു ചാടുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം, മറ്റൊരാളുടെ പേഴ്സണൽ സ്പേസ് അതിനെ ഇൻട്രൂഡ് ചെയ്യുന്ന തരത്തിലുള്ള, അതിനെ കവച്ച് വയ്ക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇടയിൽ അവരെ ശല്യപ്പെടുത്തി അവിടെ സംസാരിക്കാനോ പെരുമാറാനോ ആയിട്ട് ശ്രമിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇമ്പൾസിറ്റിയുടെ ഭാഗമായിട്ട് കൊച്ചുകുട്ടികളിൽ കാണാവുന്നതാണ്. ഇനി ഈ കൊച്ചുകുട്ടി വളർന്നിട്ട് അഡൾട്ട്ഹുഡ് എത്തുമ്പോൾ, മുതിർന്ന ആളാവുമ്പോൾ ഈ ADHDയുടെ അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ മാറ്റം വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉദാഹരണത്തിനായിട്ട് ഈ 3 കുട്ടികൾ, 3 ചൈൽഡ്ഹുഡിൽ ADHDയുള്ള കുട്ടികളാണെങ്കിൽ അവർ വളർന്ന് വലുതാവുന്ന സമയത്ത് ആ 3 കുട്ടികളിൽ 2 കുട്ടിക്ക് ആ ADHD സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതായത് 3 കുട്ടികളിൽ ചെറുപ്പത്തിൽ ADHD ഉണ്ടെങ്കിൽ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2 കുട്ടികൾക്ക് ഈ ADHDയുടെ സിംറ്റമുകൾ നിലനിന്ന് അഡൾട്ട് ADHD ആയിട്ട് രൂപാന്തരപ്പെടുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇനി മുതിർന്നു വരുന്ന സമയത്ത് ഇനറ്റൻഷൻ സിംറ്റംസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരിക. അതേ സമയത്ത് തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റി സിംറ്റംസും പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഈ മുതിർന്ന ആൾക്കാരിൽ, അഡൾട്ട് ആയിരിക്കുന്ന ആൾക്കാരിൽ ഹൈപ്പർ ആക്ടിവിറ്റി കാണുന്നില്ല എന്നല്ല പറയുന്നത്. ആ ഹൈപ്പർ ആക്ടിവിറ്റി സിംറ്റംസ് അവരിലുണ്ട്, പക്ഷെ അത് ഇൻറ്റേർണലൈസ് ആയിട്ട് ഉള്ളിലോട്ട് തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ആവുന്ന തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതേസമയത്ത് ചെറുപ്പത്തിൽ അത് പുറത്തേക്ക് മോട്ടോർ ബിഹേവിയർ ആയിട്ട് എക്സ്റ്റേണലി കൂടുതൽ ആക്ടിവിറ്റികളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതാണെങ്കിൽ ആ ഹൈപ്പർ ആക്ടിവേറ്റ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇൻറ്റേർണലി ഉള്ളിലോട്ട് സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഒരു മുതിർന്ന അഡൾട്ട് അവസ്ഥയിലുള്ള ഒരാൾക്ക് ADHD അനുഭവപ്പെടുന്നുണ്ടായിരിക്കുക. പല അഡൾട്ടിൽ ADHD അനുഭവിക്കുന്ന ആൾക്കാർക്കും ഒക്യുപ്പേഷണൽ റാങ്കുകളിൽ, അല്ലെങ്കിൽ സോഷ്യൽ സിറ്റുവേഷനുകളിൽ, അക്കാഡമിക് അച്ചീവ്മെൻറ്റുകളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. പെർട്ടിക്കുലർലി കോളേജ് ലൈഫുകളിലും മറ്റുമൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനും, അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചെടുക്കാനും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉത്തരങ്ങൾ എഴുതാനൊക്കെയും, അല്ലെങ്കിൽ ക്ഷമയോട് കൂടി ഒരു കാര്യം ചെയ്തു തീർക്കാനും, ഒരു കാര്യത്തിൽ തന്നെ ഇൻട്രസ്റ്റ് നിലനിർത്താനൊക്കെ ആയിട്ടുള്ള ഡിഫിക്കൽട്ടികൾ വളരെയധികം കണ്ടുവരുന്നതാണ്. ഇത്തരത്തിൽ അഡൾട്ടിൽ ADHD അനുഭവിക്കുന്ന ആൾക്കാരിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ്, ഇമ്പൾസീവ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയറുകൾ, ട്രാഫിക് വയലേഷൻസ്, അതുപോലെ തന്നെ മറ്റ് ലോ വയലേഷൻസൊക്കെയും കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഇനി വിവാഹത്തിന് ശേഷമാണെങ്കിൽ റിലേഷൻഷിപ്പ് ഡിഫിക്കൽട്ടികൾ, അല്ലെങ്കിൽ മാരിറ്റൽ ഡിസ്കോഡ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഈ ADHD അനുഭവിക്കുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. കാരണം പലപ്പോഴും ഇവരുടെ ഇമ്പൾസുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻസോടുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത കാരണം മറ്റുള്ളവർ ഇവരെ വീക്ഷിക്കുന്ന രീതി, അല്ലെങ്കിൽ ഇവരെ പെർസീവ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റം പലതും ഇതിന് കാരണമായിട്ട് വരാറുണ്ട്. പല പഠനങ്ങളും കാണിക്കുന്നത് മുതിർന്ന അഡൾട്ട് ADHD അനുഭവിക്കുന്ന ആൾക്കാരിൽ കോമോർബിഡായിട്ട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ഒപ്പോസിഷണൽ ഡീവിയൻ ഡിസോർഡർ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മാനസികപരമായിട്ടുള്ള ഡിസോർഡറുകളൊക്കെയും കൂടിയ അളവിൽ കണ്ടുവരാറുണ്ട്. അതേസമയം തന്നെ ADHDയുടെ ഒപ്പം തന്നെ ഈ പല ഡിസോർഡറുകളും ഒപ്പം തന്നെ നിലനിന്ന് പോകുന്ന അവസ്ഥയും വളരെ കണ്ടുവരാറുണ്ട്. ഇനി ചെറിയ കുട്ടികളിലും അതുപോലെ തന്നെ അഡൾട്ടിലും ഈ ADHDയുടെ പ്രധാനങ്ങളായിട്ടുള്ള 3 വ്യത്യസ്ത ലക്ഷണങ്ങൾ അനുഭവിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡൾട്ടിൽ
ആ ഹൈപ്പർ ആക്ടിവിറ്റി അനുഭവിക്കുന്ന രീതി വ്യത്യാസമുണ്ട്. പലപ്പോഴും അഡൾട്ട് ADHD അനുഭവിക്കുന്ന ആൾക്കാരിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് അവർക്കൊരു ഭാഗത്തൊരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ, നമ്മൾ കുട്ടികളിൽ കണ്ട പോലുള്ള ഫിഡ്ജറ്റിങ് ഇവരിലും കാണാവുന്നതാണ്. കൂടാതെ സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ സിനിമാ ഹാളുകളിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു മൂവി കാണാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് പേഷ്യൻസോട് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, കൂടുതലായിട്ട് സംസാരിക്കുന്ന തരത്തിലുള്ള കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എളുപ്പത്തിൽ ആ കാര്യം അവർ പഠിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് ബോറടിക്കുന്ന അവസ്ഥ, പിന്നെ ആ കാര്യം ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ. പലപ്പോഴും ഇവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഇവർ ഓൾവേസ് ഓൺ ദ ഗോ എന്ന രീതിയിലാണ്. ആ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും നല്ല രീതിയിൽ അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്ന രീതിയും ഈ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി അതേസമയം അഡൾട്ടിലുണ്ടാവുന്ന ഇൻഅറ്റൻറ്റീവ് ടൈപ്പിനുള്ള ഉദാഹരണമാണ് അവർക്ക് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, വളരെ കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുന്ന അവസ്ഥ, എളുപ്പത്തിൽ ഡിസ്ട്രാക്റ്റഡായി പോകുന്ന അവസ്ഥ. അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്, ആ കാര്യം പഠിച്ചെടുത്തു, അതിനുശേഷം അവർക്ക് ആ കാര്യത്തിൽ ഉള്ള താല്പര്യം എളുപ്പം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അവർ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു ടാസ്ക് അവർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായിട്ട് ഡീറ്റെയിലുകൾ അത് ഒരു വേണ്ടുന്ന രീതിയിൽ അതിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ആധികാരികമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനോ അടുക്കി വയ്ക്കാനോ ആ സ്ട്രക്ചേർഡായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ജീവിതത്തിലെ പല കാര്യങ്ങളും ആ വ്യത്യസ്ത കാര്യങ്ങൾ മറന്നു പോകുന്ന തരത്തിലുള്ളൊരവസ്ഥ. ഇത്തരത്തിലുള്ളൊരവസ്ഥ കാരണം അവരുടെ ഡെയിലി ലിവിങ്ങും ഒക്യുപ്പേഷണൽ ലൈഫും പലപ്പോഴും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. ഇനി അഡൾട്ടിലുണ്ടാകുന്ന ഇമ്പൾസീവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചോദ്യം ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉത്തരങ്ങളെ ചാടി പറയുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ. അവർ സ്പെൻഡ് ചെയ്യുന്ന രീതി അനിയന്ത്രിതമായിട്ട് കാര്യങ്ങൾ എടുത്ത് ചാടി വരുംപരായകളെ ചിന്തിക്കാതെ, അതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഡിസിഷൻസ് എടുത്ത് പൈസ ചിലവാക്കി കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം, റിസ്ക്കി ആയിട്ടുള്ള തരത്തിലുള്ള ബിഹേവിയറുകൾ, വളരെ റാഷായിട്ടുള്ള ഡ്രൈവിങ്, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതി, മറ്റാൾക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കോൺവെർസേഷനെ ഇൻറ്ററപ്റ്റ് ചെയ്ത് ഇടയിലെ ചാടി അവരുടെ അടുത്ത് സംസാരിക്കുന്നതോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോ കമൻറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ബിഹേവിയറുകൾ, ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമൻറ്റ്സ്, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിയിട്ട് ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് കമൻറ്റ് പറയുന്ന രീതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അവർ ആ കോൺവെർസേഷനെ മൊണോപ്പൊളൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന രീതി, അതായത് അവർ മാത്രം സംസാരിക്കുന്ന, അവർ മാത്രം മൊത്തം ആ കോൺവെർസേഷനെ ഏറ്റെടുക്കുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതി, ഇവയൊക്കെയും ഇമ്പൾസീവിൻ്റെ ഭാഗമായിട്ട് ഈ അഡൾട്ട് ADHDയിൽ പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. ഇനി ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പലതും നോർമലായിട്ട് പലരും പല സമയത്തും കാണിക്കുന്നതാണ്. അതുകൊണ്ട് ADHD ആയിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊരു വിധമെല്ലാം എല്ലാ സമയത്തും കാണിക്കുന്ന തരത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഒരാളെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ചൈൽഡ്ഹുഡും വളർച്ചയൊക്കെ ഹോളിസ്റ്റിക്കലി നമ്മൾ അനലൈസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ഇത് ഏറ്റവും ഉചിതമായിട്ട് ഒരു മാനസികാരോഗ്യ വിദഗ്ധനാണ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി നാം പറഞ്ഞ പോലെ ഈ സിംറ്റംസ് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന രീതിയായിരിക്കും. ഇനി ഈ സിംറ്റംസ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അവർക്ക് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇത് ചെയ്തു പോകുന്നത് അവരുടെ കൺട്രോളിലല്ലാത്തൊരവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അവരുടെ സോഷ്യൽ, ഒക്യുപ്പേഷണൽ, അതുപോലെ തന്നെ റിലേഷൻ ലൈഫിലൊക്കെയും വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന തരത്തിലുമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. ഇനി പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക്, ഇത്തരത്തിലുള്ള ഈ ലക്ഷണങ്ങളും ഇത്തരത്തിലുള്ള സിംറ്റംസും കൂടുതലായിട്ട് സ്ട്രെസ് അവർക്ക് അനുഭവിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും സംഭവിക്കും. ഇനി ADHDക്കുള്ള പ്രധാന കാരണങ്ങൾ, കോസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒന്നാമത്തെ കോസാണ് ബ്രെയിൻ അനാട്ടമി അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിലെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഗ്രേ മാറ്റർ, ആ കോട്ടക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രേ മാറ്റർ, അതുപോലെ തന്നെ ബ്രെയിനിലെ ഡിസിഷൻസും കാര്യങ്ങളും എടുക്കുന്ന ഫ്രണ്ടൽ ലോബ് ഒക്കെയും ഇതായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ജീൻസ് ആൻഡ് ഹെറിഡിറ്റി. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ADHDയുടെ പരമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മറ്റു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുകളുടെ ലക്ഷണങ്ങളോ ഡിസോർഡറുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ADHD അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ്. അതായത് നിങ്ങളുടെ അങ്കിളിനോ
അല്ലെങ്കിൽ ആൻറ്റിക്കോ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള എ ഡി എച്ച് ഡി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഹെഡ് ഇഞ്ചുറീസ്. നിങ്ങൾ ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കാർ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിലും നിങ്ങൾക്ക് വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ആ ഉണ്ടായതിന് തൊട്ട് പിന്നാലെ കുറച്ച് നാളുകൾക്ക് ശേഷം എ ഡി എച്ച് ഡി പോലുള്ള ആ ഇനറ്റൻറ്റീവ് തരത്തിലുള്ള സിംറ്റംസും മറ്റും ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് പ്രീമെച്യൂർ ബർത്ത് എന്ന് പറയുന്നത്. അതായത് സമയം തികയാതെ കുട്ടി ജനിക്കുന്ന അവസ്ഥ. പലപ്പോഴും കുട്ടികൾ ജന്മമെടുക്കുമ്പോൾ ചിലർ 7 മാസം 8 മാസമൊക്കെയുള്ള പ്രായത്തിൽ അത്രയും സമയത്തിൽ കുട്ടികൾ പിറക്കുന്നുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കണ്ടീഷനിൽ എ ഡി എച്ച് ഡി പോലുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് മോണിറ്ററിങ്ങും കുട്ടി പ്രീ സ്കൂൾ ഏജിലും മറ്റും ഇതിനെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങളോ മറ്റ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറുകളുടെ ലക്ഷണങ്ങളോ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട് കുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടി വയറ്റിലുണ്ടായിരിക്കുന്ന സമയത്ത് അതായത് പ്രീ നാറ്റൽ ടൈം പീരീഡിൽ കുട്ടിക്ക് എന്തൊക്കെ എക്സ്പോഷറുകളാണ് സംഭവിക്കുന്നത്. എക്സ്പോഷർ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് കുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അടുത്തുള്ളവരോ ഉപയോഗിക്കുന്ന സ്മോക്കിംഗ് ഹാബിറ്റുകൾ, സിഗരറ്റ് ഉപയോഗിക്കുന്ന രീതി, അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ആൽക്കഹോളോ മറ്റ് ബീവറേജുകളോ ഉപയോഗിക്കുന്ന, അതായത് ആൽക്കഹോളിക് ബീവറേജുകൾ ഉപയോഗിക്കുന്ന രീതി, ഇവയൊക്കെയും ഇത്തരത്തിലുള്ള എക്സ്പോഷറുകളൊക്കെയും പല പഠനങ്ങളും കാണിക്കുന്നത് എ ഡി എച്ച് ഡിക്ക് കാരണമാവുന്നുണ്ട് എന്നാണ്. ഇനി ഇതേപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടും അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള റയർ എൻവയോൺമെൻറ്റൽ ടോക്സിൻസും നമ്മളുടെ ശ്വസിക്കുന്ന വായുവിലും അല്ലെങ്കിൽ നമ്മൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ജീവിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ആ ചുറ്റുപാടുള്ള ടോക്സിൻസും മറ്റും പലപ്പോഴും ഇത്തരത്തിലുള്ള എ ഡി എച്ച് ഡിക്ക് കാരണമാവുന്ന തരത്തിൽ ബ്രെയിനിൽ മാറ്റങ്ങൾ വരുത്തുന്നതായിട്ടും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇനി എ ഡി എച്ച് ഡി ഉണ്ടാവുന്നത് കൊണ്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഇത് അനുഭവിക്കുന്നവർക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് പല കുട്ടികളുടെയും ചൈൽഡ്ഹുഡും വളർച്ചയും വളരെ ഡിഫിക്കൽട്ടാക്കി തീർക്കാറുണ്ട്. അവർക്ക് പലപ്പോഴും ക്ലാസ്സുകളിലും മറ്റും വളരെയധികം സ്ട്രഗിൾസും ജഡ്ജ്മെൻറ്റുകളും മറ്റു കുട്ടികളുടെ അടുത്തു നിന്നുള്ള അപഹാസ്യങ്ങളും കളിയാക്കലുകളൊക്കെ നേരിടേണ്ടി വരാറുണ്ട്. മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ ഡി എച്ച് ഡി ഇല്ലാത്ത കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ ഡി എച്ച് ഡി ഉള്ള കുട്ടികൾക്ക് ആക്സിഡൻസുകളും അപകടങ്ങളും കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പല എ ഡി എച്ച് ഡി അനുഭവിക്കുന്ന കുട്ടികൾക്കും സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും കുറവായിട്ട് കാണാറുണ്ട്. കൂടാതെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് അക്സെപ്റ്റൻസ് കിട്ടാനും അതുപോലെ തന്നെ അവരുടെ കൂടെ ഭാഗമാക്കായിട്ട് ടീം വർക്കിലൊക്കെയും ഇടപഴകാനൊക്കെ ആയിട്ടുള്ള ഡിഫിക്കൽട്ടുകൾ എ ഡി എച്ച് ഡി ഉള്ളവരിൽ കൂടുതൽ കണ്ടുവരാറുണ്ട്. കൂടാതെ ഈ എ ഡി എച്ച് ഡി ഉള്ളവർ വളർന്നു വരുന്ന സമയത്ത് കൂടുതൽ മദ്യപാനത്തിലേക്കോ മറ്റ് സബ്സ്റ്റൻസ് യൂസുകളിലേക്കോ മാറിപ്പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൂടെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റ് കോമോർബിഡായിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇവർക്ക് വരാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് മറ്റു മാനസിക രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഈ എ ഡി എച്ച് ഡി ഉള്ളവർക്ക് ഇനി പറയുന്ന പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടുവരാറുണ്ട്. ഇവ നമ്മൾ കുറച്ച് നേരത്തെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിനായിട്ട് ഒപ്പോസിഷണൽ ഡീവിയൻ ഡിസോർഡർ, കണ്ടക്ട് ഡിസോർഡർ, ഓട്ടിസം, ലേണിംഗ് ഡിസോർഡർ, ഡിസ്റപ്റ്റീവ് മൂഡ് റെഗുലേഷൻ ഡിസോർഡർ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, സബ്സ്റ്റൻസ് യൂസ് പ്രോബ്ലംസ് ആൻഡ് ടിക് ഡിസോർഡർ അല്ലെങ്കിൽ ടൊററ്റെ സിൻഡ്രോം മുതലായിട്ടുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറും മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. ഇനി എ ഡി എച്ച് ഡി എന്ന് പറയുന്ന കണ്ടീഷൻ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇത്രയും സമയം നമ്മൾ കാരണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളും മറ്റുമൊക്കെ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ടുണ്ടാവുന്ന അതിൻ്റെ ഒപ്പം വരാവുന്ന മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി എ ഡി എച്ച് ഡി എന്ന് പറയുന്ന പ്രശ്നം നിങ്ങൾക്ക് വരുന്ന കൊച്ചിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ സ്മോക്കിംഗ് ഹാബിറ്റുകൾ, ഡ്രിങ്കിങ് ഹാബിറ്റുകൾ, അതായത് സിഗരറ്റ്, ആൽക്കഹോൾ മുതലായവയൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. ഇനി ഇത് കൂടാതെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ടോക്സിൻസിൻ്റെ പ്രഭാവമുണ്ടെങ്കിൽ, എൻവയോൺമെൻറ്റൽ ടോക്സിൻസും പൊല്യൂട്ടൻസും ഉണ്ടെങ്കിൽ അതിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും മാറി നിൽക്കാനായിട്ട് അല്ലെങ്കിൽ പൊല്യൂട്ടൻസിൽ നിന്നും മാറി നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി ഈ എ ഡി എച്ച് ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ശ്രദ്ധയില്ലാത്ത അവസ്ഥ എന്ന് നമ്മൾ കുറേ പറഞ്ഞു. ഇതിലൊരു രസകരമായിട്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഹൈപ്പർ ഫോക്കസ് ആയിട്ട് വളരെയധികം ഫോക്കസോട് കൂടിയിട്ട് ഇരിക്കാൻ സാധിക്കും. പെർട്ടിക്കുലർലി അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എ ഡി എച്ച് ഡി ഉള്ള ആൾക്കാർക്ക് വളരെ ഫോക്കസോട് കൂടിയിട്ട് ആ കാര്യങ്ങളിൽ ഏർപ്പെടുവാനും അത് പൂർത്തിയാക്കാനും സാധിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഇനി എ ഡി എച്ച് ഡിയുള്ള രസകരമായിട്ടുള്ള ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായിട്ടുള്ളൊരു ചിത്രകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഒരു ജീനിയസ് ആയിട്ടുള്ളൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ചിത്രകാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റായിരുന്നു പല ചിത്രങ്ങളും തുടങ്ങി വയ്ക്കും, ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കുകൾ തുടങ്ങി വയ്ക്കും, അതിനുശേഷം ആളത്
പാതി ഉപേക്ഷിച്ചിട്ട് അടുത്ത വർക്കിലേക്ക് പോകുന്ന രീതി. പല പഠനങ്ങളും അല്ലെങ്കിൽ പല ഒബ്സർവേഷനുകളും കാണിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ADHD എന്ന് പറയുന്ന ലക്ഷണം ഉണ്ടായിരിക്കുക എന്നാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ADHD എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു കേഴ്സ് അല്ല, ഒരു ശാപമല്ല. ADHD ഉള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള ജീനിയസ് ആയിട്ടുള്ള പല ആൾക്കാരും നമ്മളുടെ ചുറ്റിലുണ്ട്. നമുക്ക് മുമ്പ് നമുക്ക് മാതൃകകൾ തരാനും നമുക്ക് ഇൻസ്പിറേഷൻ നൽകാനായിട്ടുള്ള വളരെയധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ADHD ഉള്ള പല ആൾക്കാരും വളരെ മെച്ചപ്പെട്ട വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള ലൈഫാണ് മുന്നോട്ട് നയിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ച 41 വയസ്സുള്ള മലയാളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ വളരെ അറിയപ്പെടുന്ന നടനായിട്ടുള്ള ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള മലയാളം ആക്ടർ. അതുകൊണ്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഒരു പോസിറ്റീവ് മെൻറ്റർഷിപ്പ്, സഹായം, സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ADHD എന്ന് പറയുന്ന ഈ അവസ്ഥയെ വളരെ ആരോഗ്യപരമായിട്ട് മാനേജ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താനും ഉചിതമായിട്ടുള്ള വളരെ ഹെൽത്തിയർ ആയിട്ടുള്ളതും പ്രൊഡക്റ്റീവായിട്ടുള്ള ജീവിതം നയിക്കാനും പലർക്കും സാധിക്കുന്നതാണ്. ഇതിന് ഉദാഹരണമായിട്ടുള്ള ചിലരുടെ പേരുകൾ പറയുകയാണെങ്കിൽ, ഒന്നാണ് ട്രെവർ നോവ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. ട്രെവർ നോവ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. അദ്ദേഹം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് ആ രീതിയിൽ പ്രോപ്പറായിട്ട് ADHD മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അദ്ദേഹം പബ്ലിക്കലി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് ഗായ്നറ്റ് പാൽട്രോ എന്ന് പറയുന്നത്. ഇവർക്ക് തങ്ങളുടെ മകൾക്കുള്ള ADHD സിംറ്റംസ് അതിൻ്റെ ഡയഗ്നോസിലൂടെ തനിക്കും ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും തന്നോട് എമ്പതി കാണിക്കാൻ സാധിക്കുകയും അത്തരത്തിൽ ആ പ്രശ്നങ്ങളെ കൂടുതൽ ഉചിതമായിട്ടുള്ള രീതിയിൽ കൂടുതൽ ഹെൽത്തിയർ ആയിട്ടുള്ള രീതിയിൽ തിരിച്ചറിയാനും മനസ്സിലാക്കി മുന്നോട്ട് പോകാനും സാധിക്കുന്നത് അതിൻ്റെ എക്സ്പീരിയൻസിലൊക്കെ ഗായ്നറ്റ് പാൽട്രോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് ജസ്റ്റിൻ ടിംബർലേക്ക്. നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിന് ഈ ADHDയോടൊപ്പം ADHD സിംറ്റംസിനോടൊപ്പം OCD സിംറ്റംസും ഉണ്ട്. ഇത് രണ്ടിനെയും ഒപ്പം അദ്ദേഹം അതിനെ കോപ്പപ്പ് ചെയ്ത് അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്നതും നമ്മുടെ മുമ്പിലുള്ള നല്ല എക്സ്പീരിയൻസുകളാണ്. ഇനി നിങ്ങളിൽ പലർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും, ADHDനെ കുറിച്ച് ഡിപ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ADHD അനുഭവിക്കുന്ന ഒരാളുടെ ക്യാരക്ടറിനെ കാണിക്കുന്ന ഒരു സിനിമ ഒന്ന് പറഞ്ഞൂടെ? ശരി, എക്സാക്ട്ലി ഒരു ADHD പൂർണ്ണമായിട്ടും വളരെ പ്രിസൈസായിട്ടും കാണിക്കുന്നൊരു സിനിമ പറയുക ഡിഫിക്കൽട്ടാണ്. എങ്കിലും ഫൈൻഡിങ് നെമോ എന്ന് പറയുന്ന സിനിമയിലെ ഡോറി എന്ന് പറയുന്ന ക്യാരക്ടർ മോർ ഓർ ലെസ് ADHD പറയുന്ന സിംറ്റംസ് നമുക്കവരിൽ കാണാൻ സാധിക്കും. അതിനായിട്ടുള്ള ഫൈറ്റിങ്ങും അവരുടെ ലൈഫ് അതിൽ വളരെ നല്ല രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫൈൻഡിങ് നെമോ കാണാം. അതിൽ ഡോറി എന്ന് പറയുന്ന ക്യാരക്ടറെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി ADHD മാനേജ് ചെയ്യാനായിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചുകൾ എന്തൊക്കെയാണ്? ഏറ്റവും നല്ല എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ADHDയുടെ ഭാഗമായിട്ടുള്ള ഡിഫിക്കൽട്ടികളെയും അല്ലെങ്കിൽ പ്രശ്നങ്ങളെയൊക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള സ്കില്ലുകൾ പഠിച്ചെടുക്കാനും അതുപോലെ തന്നെ ആ ബിഹേവിയറുകളും മറ്റും റിവാർഡിങ്ങും മറ്റൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്കതിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇത് കൂടാതെ വളരെ ചെറുപ്പ സമയങ്ങളിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആ ADHD ഐഡൻറ്റിഫൈ ചെയ്ത കുട്ടിക്ക് അവർക്ക് നല്ല രീതിയിലുള്ള കെയറും സപ്പോർട്ടും ഒക്കെ നൽകാനായിട്ട് മാതാപിതാക്കളെ സഹായിക്കുന്ന ഒരു രീതിയാണ് പാരൻ്റൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അത് പഠിച്ചെടുത്ത പാരൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ പഠിച്ചെടുത്തതിന് ശേഷം കുട്ടിയെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് രീതികളാണ് മെഡിക്കേഷൻ. വളരെ ഇഫക്റ്റീവായിട്ടുള്ള രീതിയാണ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. സൈക്യാട്രിസ്റ്റ് ആയിരിക്കും മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരിക. മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് പാരൻ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, സപ്പോർട്ട് ഗ്രൂപ്പ് ഇൻ്റർവെൻഷൻസ്, സൈക്കോ എഡ്യൂക്കേഷൻ മുതലായവ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റൊക്കെയും നിങ്ങൾക്ക് കൂടി തരുന്നതായിരിക്കും. സോ നമ്മൾ പറഞ്ഞ പോലെ സപ്പോർട്ട് ഗ്രൂപ്പുകളും വളരെയധികം ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്. ADHD അനുഭവിക്കുന്ന ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ ADHD അനുഭവിക്കുന്ന ആൾക്കാരുകൾ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും പറയുകയും അവർക്ക് ADHD അനുഭവിക്കുന്ന മറ്റ് ആൾക്കാരുകളിൽ നിന്നും സപ്പോർട്ട് നേടിയെടുക്കാനും അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും എമ്പതി നേടിയെടുക്കാനും അങ്ങനെ ഒരു ടീം വർക്കിലൂടെ മനസ്സിലാക്കി ഈ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് വളരെ സഹായിക്കുന്ന രീതിയാണ്. കൂടാതെ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ രോഗത്തിനെ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരും പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഈ രോഗം ഒരു മടിയാണ്, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവാണ്, താല്പര്യമില്ലായ്മയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ അപഹാസ്യങ്ങളും പരിഹാസവാക്കുകളും കളിയാക്കലുകളും ചീത്തകളും ബുള്ളി എക്സ്പീരിയൻസുകളൊക്കെ നേരിടുന്നവരായിരിക്കാം ഈ ADHD അനുഭവിക്കുന്നവർ. സോ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയെ മനസ്സിലാക്കുന്നതിന് മൂലം മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കും ഇനി അനുഭവിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കുന്നത് അവരുടെ ഈ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാനും ഉചിതമായിട്ടുള്ള രീതിയിൽ ഈ രോഗത്തെ സമീപിക്കാനും
ആരോഗ്യപരമായിട്ട് ഇതിനെ മാനേജ് ചെയ്യാനും വളരെ സഹായിക്കുന്നതാണ്. ഇനി 1-2 ടിപ്സും കൂടിയും ഈ ADHD മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. ഇതിനായിട്ട് ADHD മാനേജ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൂട്ടീൻസ് എന്ന് പറയുന്നത്. ജീവിതത്തിലെ കാര്യങ്ങളെയും ടാസ്കുകളെയും ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം, ഒരു റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിശ്ചിത സമയത്ത് നിശ്ചിത കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ഒരു ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ആ ലക്ഷ്യസമയത്ത് ആ ടാസ്ക് മാത്രം ഫോക്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് മൂലം നിങ്ങൾക്കൊരു ആത്മവിശ്വാസവും ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ ലഭിക്കുകയും അത് നിങ്ങളെ മുന്നോട്ട് കൂടുതൽ ഫലപ്രദമായി നയിക്കുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിനായിട്ട് നിങ്ങൾ ഒരു പെട്ടെന്ന് ഡിസ്ട്രാക്റ്റബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഇന്നറ്റൻറ്റീവ് ആയിട്ടുള്ള ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുറച്ച് നേരം ഒരു കാര്യം ചെയ്തതിന് ശേഷം ചെറിയൊരു ബ്രേക്ക് എടുക്കുക. പലപ്പോഴും നോർമലായിട്ട് ആൾക്കാരും ഇതുപോലെ ബ്രേക്ക് എടുക്കേണ്ടതിന് ആവശ്യകതയുണ്ട്. കാരണം ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര നേരം ചെയ്ത കാര്യം ആ കാര്യത്തിന് ശേഷമുള്ള ബ്രേക്ക് ഒരുപക്ഷെ പഠിച്ച കാര്യമായിരിക്കാം. ആ പഠിച്ച കാര്യം നിങ്ങളുടെ മെമ്മറിയിൽ കയറാനും ആ മനസ്സിലൊരു കാംനെസ് കിട്ടാനും ആ പഠിച്ച കാര്യം മെമ്മറിയിൽ കൺസോളിഡേറ്റ് ചെയ്യാനൊക്കെ വളരെ സഹായിക്കുന്ന ഈ സമയം എന്ന് പറയുന്നതാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്നത്. സോ ബ്രേക്കിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ADHD അനുഭവിക്കുന്ന ആൾക്കാരും ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഫോക്കസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് എളുപ്പത്തിൽ ഡിസ്ട്രാക്റ്റബിലിറ്റി അനുഭവപ്പെടുന്ന മൂലം മനസ്സ് ടയേർഡ്നെസ് ആവുകയും ഡിസ്ട്രാക്റ്റബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഡിസ്ട്രാക്റ്റ് ആവുന്ന സമയത്ത് ആ ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും മനസ്സൊന്ന് എനർജൈസായി ഫ്രഷനപ്പായി അവർക്ക് വീണ്ടും ആ കാര്യത്തിലോട്ട് ഉണർവോടുകൂടി തിരിച്ചെത്താൻ സാധിക്കും. അതുകൊണ്ട് കുറച്ച് നേരം ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണ്, ഒരു 15-20 മിനിറ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ 5-10 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കുക, വീണ്ടും ആ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരിക, വീണ്ടും ബ്രേക്ക് എടുക്കുക. ഇത് വളരെയധികം ADHD അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതായിരിക്കും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വളരെ എല്ലാവരും സിമ്പിളായിട്ട് കണക്കാക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അത് വളരെ ഇഫക്റ്റീവ് ആൻഡ് ഹെൽപ്ഫുള്ളാണ്, പ്രത്യേകിച്ച് ADHDയെ സംബന്ധിച്ചിടത്തോളം. സോ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ADHD എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. നമ്മളുടെ നാട്ടിലുള്ള നമ്മളെ ചുറ്റുപാടുമുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പല വ്യക്തിത്വങ്ങൾക്കും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. കൂടാതെ നമ്മളിൽ പലർക്കും ADHD എന്ന് പറയുന്ന അവസ്ഥ അനുഭവിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ പലരും ഇതിനെ സഹിച്ചും ഇതിൻ്റെ പഴിവാക്കുകളും ബുള്ളിയിങ്ങും അല്ലെങ്കിൽ കളിയാക്കലുകളും കേട്ടിട്ടാണ് ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയിരുന്നത്. കാരണം നമ്മളുടെ പൂർവ്വ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചുള്ള അറിവുകളോ മനസ്സിലാക്കലുകളോ ഒന്നും വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും മടിയോ അല്ലെങ്കിൽ ഇത് താല്പര്യക്കുറവോ അല്ലെങ്കിൽ അവരുടെ നിഷേധിത്വമോ ഒക്കെ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇത് രോഗാവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ അവസ്ഥ നമ്മളെ വളരെയധികം ലിബറേറ്റിംഗ് ആണ്. ഈ മനസ്സിലാക്കലുകൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ ധന്യമാക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തേക്ക് ബൈ പറയുന്നു. കേട്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് അമർത്തുക. ഇനി ഈ വീഡിയോ നിങ്ങളുടെ ഉറ്റവരിലോട്ട് അവർക്ക് ഈ വിജ്ഞാനം നൽകുന്നതിനായി എത്തിക്കാനായി ഷെയറും ചെയ്യുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം. ബൈ.